അപ്പം അതായിരിക്കാം ഇവരിങ്ങനെ. അത് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ ആയിക്കോട്ടെ, ഈ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ആ ഒരു എന്താണ് ആ വിഷയത്തിൻ്റെ മെറിറ്റം നോക്കാതെ ഫുള്ളി പൊളിറ്റിക്സ് മാത്രമേ കാണുന്നുള്ളൂ. ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ NEP സിലബസ് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ കുറേ കാര്യങ്ങളും അങ്ങനെ കൊള്ളുകൊണ്ട് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്തുള്ള സ്കൂളുകളിൽ ഒരു സിലബസ് ഉണ്ട്, കേരളത്തിൻ്റെ സിലബസ്. ഞാൻ ഈ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്ക് ചരിത്രം തന്നെ നമുക്ക് എടുക്കാം സാർ. ചരിത്രം തന്നെ എടുത്തു നോക്കുമ്പോൾ ഹിസ്റ്ററിയിലൊന്നും കാര്യമായിട്ടൊന്നും അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തമാശ. നേരെ മറിച്ച് ഒരു CBSE അല്ലെങ്കിൽ ICSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ ICSE സിലബസ് ഒക്കെ അതായിക്കോട്ടെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം, 6th തൊട്ട് ഹിസ്റ്ററി 2 ബുക്സായിട്ടൊക്കെ മാറി. ഹിസ്റ്ററി ജോഗ്രഫി മാറിയിട്ട് 6th തൊട്ട് 6, 7, 8 തൊട്ടൊക്കെ തന്നെ ഹിസ്റ്ററിയുടെ അവർ പഠിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ചരിത്രം കുറച്ച് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857 ഒക്കെ തൊട്ടേ പഠിക്കും. വേറെ കുട്ടികൾ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യയുടെ 3 ഇതുണ്ട്: ഏൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് സമഗ്രമായിട്ട് വാസ്റ്റായിട്ട് പഠിക്കും. പ്രത്യേകിച്ചും ICSE സിലബസൊക്കെ. ഇതൊക്കെ ഇന്നൊന്നും തുടങ്ങിയൊന്നുമില്ല, പണ്ട് തൊട്ടേ ഒരു വിദ്യാഭ്യാസ നയങ്ങൾ നമുക്കിവിടെ ഈ സ്റ്റേറ്റ് സിലബസിന് മുമ്പ് നോർത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം നാഷണൽ CBSE സ്കൂൾസ് തന്നെയാണല്ലോ അല്ലേ. ഇപ്പം തമിഴ്നാട്ട് എന്തുകൊണ്ടാണ് ഈ PM ശ്രീ വേണ്ടാന്ന് വെച്ചത്? ഹിന്ദി മസ്റ്റായിട്ട് പഠിക്കണം എന്നുള്ള ഇത് വരുന്നതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.